പക്ഷേ ഈ പരാജയം ആത്യന്തികമായൊരു പരാജയമായിട്ട് ഞങ്ങൾ കാണുന്നേയില്ല. ബെസ്റ്റ്. അപ്പം 100%. ബഷീർ, അങ്ങേക്ക് 9 മിനിറ്റ്. അംബിഷൻ മാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നു? സർ, തോറ്റാല് തോറ്റു അംഗീകരിക്കാം. ഇത് കിട്ടണത് നീ മേടിച്ചോ? ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതൊക്കെ പറയേണ്ട കാര്യം. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. നിങ്ങളൊരു കാര്യം സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം. ആര് പറഞ്ഞു? അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, മത സാമുദായിക സംഘടനകളെ അതിര് വിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു. ഇങ്ങളോ? നിങ്ങൾ പറഞ്ഞു ഇടതിന്റെങ്കിലേ ഇന്ത്യ ഉള്ളു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നിങ്ങളെ തറവാടല്ലേ ത്രിപുര? തോറ്റിട്ട് 15 കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക്, ഒരു സീറ്റ് ലോക്സഭയ്ക്കുള്ള. എന്താ നിങ്ങൾ CPM മനസ്സിലാക്കി? ആ CPIന്റെ ബുദ്ധിമുട്ടില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക്? ഇങ്ങനെ കിണ്ട മുട്ടല്ലേ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങക്ക് ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്യിച്ചില്ല. ബാക്കിയൊക്കെ പോയില്ലേ? വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം. അതാണ് നവകേരള സദസ്. അത് ശരിയാണ്. ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും. എന്തിനാണോ? ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും. ഭാഗമായി തലപ്പത്തിരിക്കുന്ന ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണോ? എനക്കങ്ങനെ യാതൊരു ആശങ്കയില്ല. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.